ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുണ്ടായ സംഭവ വികാസങ്ങൾ, അതിനുശേഷമുണ്ടായ മറ്റ് ചില കാര്യങ്ങൾ, ആ സംഭവ വികാസങ്ങൾക്കൊക്കെ ശേഷമാണ് പാകിസ്ഥാൻ ഇന്ത്യയോട് യാചിക്കുകയാണ് ചെയ്തത് വെടിനിർത്തലിന് വേണ്ടി. ഇവിടെ ഇന്ത്യ വലിയൊരു വിജയത്തിലേക്കാണ് കുതിച്ചത്. ഇന്ത്യയുടെ സൈന്യത്തിൻ്റെ ഒരു പ്രൊഫഷണലിസവും അതിൻ്റെ നമ്മുടെ ആയുധങ്ങളുടെ ടെക്നോളജിയുടെ മേന്മയും സൈനിക വിഭാഗങ്ങളുടെ ഏകോപനവും എന്ന് പറയുന്നത് അത് വളരെ വലുതാണ്. അത് ഈ സംഘർഷത്തിലൂടെ പാകിസ്ഥാനെ മാത്രമല്ല ലോകത്തിന് മുഴുവൻ ബോധ്യമാക്കി കൊടുക്കുകയാണ് ചെയ്തത്. ഈ അവസരത്തിൽ പാകിസ്ഥാൻ്റെ സ്ഥിതിയെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. അവിടെ വേണ്ടത്ര സൈന്യബലമില്ല, മറ്റ് ആയുധബലവും വളരെ പിന്നിൽ നിൽക്കുകയാണ്. ഭീകരാക്രമണത്തിനും ഭീകരവാദത്തിനും ഒട്ടുമേ കുറവ് വരുത്താത്ത ഒരു രാജ്യമാണ്. അവിടെ ജനങ്ങൾ ഏതാണ്ടിപ്പോൾ തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. സൈന്യം തന്നെ രാജ്യത്തെ തെറ്റായ വഴിയിലൂടെ കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടുത്തെ നല്ലവരായ ജനങ്ങളുണ്ട്, അവരെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. ഒരു പാർലമെന്റ് അംഗം തന്നെ സഭയിൽ കൈകൂപ്പി പറയുകയാണ്, ഇനി ഈ രാജ്യത്തെ രക്ഷിക്കാൻ അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് അലറി വിളിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു ജനപ്രതിനിധി പാർലമെന്റിനകത്ത് അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം അതിന് ആ പറഞ്ഞ കാര്യത്തിൻ്റെ ആഴം മനസ്സിലാക്കണം നമ്മൾ. അത് അവിടുത്തെ ഈ ഭരണാധികാരികളോ സേനയോ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. തെറ്റായ രീതിയിലൂടെ മുമ്പോട്ട് കൊണ്ടുപോവുക, അങ്ങനെ ആകെ കൂടി തകർന്നടിയുന്ന ഒരു രാഷ്ട്രമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. തലകുത്തനെ വീണുകൊണ്ടിരിക്കുകയാണ്. അവിടെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യം കൂടിയാണ്. ഇന്ത്യയിൽ നിന്നിപ്പോൾ മരുന്നുകൾ അങ്ങോട്ടേക്ക് കയറ്റുമതി ചെയ്യുന്നില്ല, അതൊക്കെ നിർത്തിവച്ചിരിക്കുകയാണ്. അപ്പോൾ മരുന്നിൻ്റെ ദൗർലഭ്യം അവിടെ ഗുരുതരമായ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. പെട്രോൾ പമ്പുകളൊക്കെ അടച്ചിരിക്കുകയാണ്, വിലക്കയറ്റം രൂക്ഷമാവുകയാണ്. അവിടെ 1 കിലോ ചെറുനാരങ്ങയ്ക്ക് 1000 രൂപയ്ക്ക് മുകളിലായി. ഗോതമ്പ് 1 കിലോയ്ക്ക് 300, 350, 400 രൂപയിൽ എത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാറ്റിൻ്റെയും വിലവർദ്ധനവ്, ആഡംബര കാര്യത്തിലുള്ള വിലവർദ്ധനവല്ല നോക്കുന്നത്, ജീവൻ കിടക്കാൻ വേണ്ടിയുള്ള ഭക്ഷണ സാധനങ്ങൾ പോലും കിട്ടാതെ വരികയാണ്. ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് അവിടെ മനുഷ്യനെ തന്നെ കൊല്ലുന്ന ഒരു കാഴ്ചയിലേക്ക് പോകുമെന്നുള്ളതാണ്. ഇത്രയും നാൾ ഈ രാജ്യത്തെ ജനങ്ങളെ നിങ്ങൾ ഒറ്റുകൊടുക്കുകയും അവരെ മരണത്തിലേക്ക് കൊണ്ടുപോവുകയുമാണ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ ജനത ഇനിയിപ്പോൾ തെരുവിലിറങ്ങാൻ പോകുന്ന ഒരു കാഴ്ചയാണ് അധികം വൈകാതെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു രാജ്യത്തെ ജനത മുഴുവൻ തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ അവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ എന്തായിരിക്കും എടുക്കാൻ പോകുന്ന നിലപാട്? അവിടെ എപ്പോഴും രാഷ്ട്രീയ കക്ഷികളും സേനയും മാത്രം, രാഷ്ട്രീയ കക്ഷികൾ വെറും നോക്കുകുത്തികൾ മാത്രമാണ്. അവരൊക്കെ തന്നെ അവരുടെ ഭരണകാലാവധി കഴിയുമ്പോൾ സേന ഇവരെ കൽത്തുറുങ്കിലോ കഴിവുമരത്തിലോ ആണ് കൊണ്ടുപോകുന്നത്. ഇമ്രാൻഖാന്റെ സ്ഥിതി എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് പാകിസ്ഥാനിലെ എന്തെല്ലാം അവിടുത്തെ ജനതയ്ക്ക് ആ രാജ്യം മുഴുവൻ കത്തിയെരിഞ്ഞാലും അവിടുത്തെ സേനയും സേനയുടെ തലപ്പത്തിരിക്കുന്നവരും ഒക്കെ മാത്രം അവരെവിടെങ്കിലുമായിട്ട് ജീവിച്ചു കൊള്ളുമെന്നുള്ളതാണ്. അപ്പം എന്തായാലും പാകിസ്ഥാൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് അതീവ ഗുരുതരമായിട്ടുള്ള രീതിയിലേക്കാണ് പോകുന്നത്. എന്തായാലും ഈ വെടിനിർത്തൽ ഇനി പാകിസ്ഥാന് ലംഘിക്കാനുള്ള ഒരു സാധ്യതയുമില്ല. അമേരിക്കയുടെ ഇടപെടലും മധ്യസ്ഥ ശ്രമങ്ങളും ഒക്കെ അതിന് അടിവരയിടുന്നുണ്ട്. പാകിസ്ഥാന് മുകളിൽ അമേരിക്കയുടെ സമ്മർദ്ദം ഇനിയും ഉണ്ടാകാം. കാരണം ട്രംപ് ശക്തമായ നിലപാട് എടുക്കുക തന്നെ ചെയ്യും. മേഖലയിൽ അസ്വസ്ഥത പടരുന്നത് അവർ ഇഷ്ടപ്പെടുന്നുമില്ല എന്നുള്ളതാണ്. ഇന്ത്യ ഇനി ഈ ഭീകരാക്രമണത്തെ കാണാൻ പോകുന്നത്, ഭീകരാക്രമണം ഉണ്ടായാൽ അതിനെ യുദ്ധമായിട്ട് തന്നെ കാണാൻ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെ യുദ്ധമായിട്ട് കാണാൻ തീർച്ചപ്പെടുത്തുമ്പോൾ അത് വലിയ ദുരനുഭവത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോകുമെന്നുള്ളതാണ്. അപ്പോൾ രാജ്യം മുഴുവൻ ഇതിനെ പിന്തുണയ്ക്കുമോ എന്ന് ചോദിച്ചാൽ
തീർച്ചയായും. കാരണം ഈ കശ്മീരിൽ ഈ സംഭവം നടന്നതിൻ്റെ അടുത്ത ദിവസം തന്നെ ലോകത്തുള്ള 33 രാജ്യങ്ങളാണ് പ്രധാനമന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ടത്. അങ്ങനെ എല്ലാ തരത്തിലുള്ള സർവാത്മന എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചതാണ്. ആ സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഏത് തരത്തിലുള്ള ഭീകരാക്രമണം നടത്തിയാലും അതിനെ കൊടും ഭീകരാക്രമണമായി കണ്ടുകൊണ്ട് നേരിടാൻ തന്നെ നമ്മുടെ സേന സജ്ജമായിരിക്കും. അപ്പൊ എന്തായാലും സൈനിക ശേഷിയിൽ ഇന്ത്യക്ക് മുന്നിൽ പാകിസ്ഥാൻ ഒന്നുമല്ലെന്നും ഈ സംഭവ വികാസങ്ങൾ തെളിയിച്ചിരിക്കുകയാണ്. അവരുടെ ഈ 2-3 ദിവസം ഇങ്ങനെ ഒരു സംഘർഷത്തിൽ നിന്നപ്പോൾ തന്നെ, യുദ്ധസമാനമായ സാഹചര്യത്തിൽ നിന്നപ്പോൾ തന്നെ അവരുടെ സ്ഥിതിഗതികൾ ആകെ തകിടം മറിഞ്ഞു എന്നുള്ളതാണ്. പട്ടിണിയിലേക്ക് പോയി കഴിഞ്ഞു. സാധനങ്ങളുടെ ദൗർലഭ്യം, മറ്റ് രാജ്യങ്ങളുടെ സഹായം വേണ്ടത്ര കിട്ടുന്നില്ല. മരുന്ന് കിട്ടാനില്ലെന്നുണ്ടെങ്കിൽ പിന്നെ എന്തായിരിക്കും ആ രാജ്യത്തിന് സംഭവിക്കുക? ജീവിച്ചു കിടക്കാൻ വേണ്ടിയുള്ളതെങ്കിലും അവിടെ വേണ്ടേ? അതുപോലും കിട്ടാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് പാകിസ്ഥാൻ മാറുന്നത് എന്നുള്ളതാണ്. അങ്ങനെ മാറുമ്പോൾ ആ രാജ്യത്തിന് മറ്റുള്ളവരുടെ ഒന്നും പിന്തുണ, കാരണം അവരുടെ ഒരു കുലത്തൊഴിൽ പോലെ കൊണ്ട് നടക്കുകയാണ് ഈ ഭീകരാക്രമണവും ഭീകരവാദവും. അതിപ്പോൾ ഇന്ത്യക്ക് ഏൽപ്പിച്ച മുറിവെന്ന് പറയുന്നത് ഇന്ത്യക്ക് മാത്രമല്ല, അത് ലോകരാജ്യങ്ങൾക്ക് മുഴുവൻ വലിയൊരു മുറിവാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. കാരണം ഇവരുടെ കരങ്ങൾ ഇനിയിപ്പോൾ ഇന്ത്യ വിട്ട് മറ്റുള്ളിടങ്ങളിലേക്കും എത്തിച്ചേരാം. ലോകത്ത് എവിടെ ഭീകരാക്രമണം നടന്നിട്ടുണ്ടെങ്കിൽ പോലും അവിടെയെല്ലാം പാകിസ്ഥാന്റെ വിരലടയാളം ഉണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് അതിനെയാണ് ഇന്ത്യ ധൈര്യപൂർവ്വം നേരിട്ടിരിക്കുന്നത്. അതിന് ഇന്ത്യയുടെ സേനയ്ക്ക് അത്രത്തോളം അവരെ നേരിടാനുള്ള കരുത്തുണ്ട്. ആ കരുത്തിന് മുന്നിലാണ് പാകിസ്ഥാൻ പതറിയതും ആ രാജ്യം കൂപ്പുകുത്തിയിരിക്കുന്നതും. അങ്ങനെ തീർച്ചയായിട്ടും ഇതിന് തക്കതായ മറുപടി ഇങ്ങനെ കിട്ടുമെന്നൊരിക്കലും പാകിസ്ഥാൻ വിചാരിച്ചില്ല. ഒരു അയഞ്ഞ മട്ടിൽ ഒന്ന് പ്രതികരിച്ചു പോകും എന്ന് മാത്രമേ പാകിസ്ഥാൻ കരുതിയിരുന്നുള്ളൂ. പക്ഷേ 15 ദിവസമാണ് കാത്തിരുന്ന്, പിന്നീട് 16 മിനിറ്റ് കൊണ്ടാണ് തീർത്ത് കയ്യിൽ കൊടുത്തത്. അപ്പോൾ അങ്ങനെ ഇത്തരത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ നമ്മുടെ രാജ്യത്തിന് കഴിയും എന്ന് ലോകത്തെ മുഴുവനാണ് ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. പാകിസ്ഥാനെ മാത്രമല്ല, ഇന്ത്യൻ ജനതയെ മാത്രമല്ല, ഇവിടെ പല രാഷ്ട്രീയ വൈരങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ഇനി ഇതിന് പലരും പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ കൊണ്ടുവരും. 71 സംഭവ വികാസങ്ങൾ എടുത്തിരുന്നുണ്ട്. അതിന് ശശി തരൂർ തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട്. 1971 സാഹചര്യം അല്ല ഇതെന്ന് ആലോചിക്കണം. 71 മുതൽ ഇങ്ങോട്ട് നോക്കുമ്പോൾ 1/2 നൂറ്റാണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. ആ സാഹചര്യം വെച്ചാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ ഇപ്പോഴും ഈ ഇന്ത്യയിലെ അതിർത്തി പ്രശ്നത്തെ അളക്കുന്നത്. അതാണ് അവർക്ക് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത്. ആ സാഹചര്യം മാറി. ഇന്ത്യ കൊടുത്ത മറുപടി ലോകം തന്നെ അംഗീകരിച്ചിരിക്കുന്നതാണ്. ഇനി എന്തായാലും പാകിസ്ഥാനിലെ ജനങ്ങൾ അവർക്ക് ജീവിക്കണമെന്നുള്ളത് കൊണ്ട് അവർ സൈന്യത്തിൻ്റെ നേരെയും ഭരണത്തിൻ്റെ നേരെയുമായിട്ട് തെരുവിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്.